കുറച്ചും കൂടെ ആഴത്തിലുള്ള ബന്ധമാണ് നേതേ. നോക്കണേ, വിളി. ഒരപ്പൻ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്ന ഒരു പേര്, ഒരു വിളിയാണ്. മകനെ, കർത്താവിന്റെ അടി നിരസിക്കരുത്. ഇങ്ങനെ പറഞ്ഞു വയ്ക്കാൻ കാരണം എന്താ? മക്കളെ, തൽക്കാലത്തിനപ്പുറത്തൊരു എക്കാലവുമുണ്ട്. ആ കാല സുഖത്തിന് വേണ്ടി ഇക്കാല ക്ലേശങ്ങൾ ദൈവം അയക്കും. മുഖത്ത്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, അപ്പൻ ശിക്ഷിക്കുമ്പോൾ മുഖത്ത് ഗൗരവം ഉണ്ടെങ്കിലും ഹൃദയത്തിൽ തിളച്ചു പൊങ്ങി നിൽക്കുന്ന സ്നേഹം. ഇങ്ങനെ ദൈവം നമ്മെ സമീപിക്കുന്നെന്ന് കാണണം. എന്തിനാണ് ബാലശിക്ഷ? വണക്കം അപ്പ പറയാൻ. ആരാധിക്കാത്ത പുത്രത്വം പ്രാപിച്ചവനെ തമ്പുരാൻ തല്ലി ആരാധിപ്പിക്കും. വെറുതെ ഒന്നുമല്ല ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്, ജീവരക്തം മുടക്കിയ. അത് നമ്മൾ കണ്ടിട്ടില്ലേ? ചെറിയൊരു പ്രശ്നം വരുമ്പോ അന്ന് ചിലർക്കൊരു ഉണർവൊക്കെ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ? അതാണ് അട്ടിക്കൊണ്ടുള്ള ആരാധനയാണത്. ദൈവവചന ധ്യാനത്തിന് ആധാരമായിരിക്കേണ്ടതിന് കൊരിന്തിലുള്ള ദൈവസഭയ്ക്ക് ശ്ലീഹ പൗലോസ് എഴുതിയ ഒന്നാമത്തെ ലേഖനം 11-ാം അധ്യായം 32-ാം വേദസൂക്തം ദൈവമക്കളിൽ ഒരാൾ വായിച്ച് സഹായിച്ചാലും. നമ്മുടെ കരങ്ങൾ ഉയർത്തി കർത്താവിന്റെ മഹത്വം കരേറ്റാം. ഇന്ന് ചില നിമിഷങ്ങൾ മാത്രം നാം ധ്യാനിക്കാൻ പോകുന്ന വിഷയം ബാലശിക്ഷ ഒരു അനുഗ്രഹം എന്നുള്ളതാണ്. കുമ്പനാട് പരിസരത്ത് ഞാൻ പല പച്ചക്കറി കടയിലും കയറിയപ്പം അടുക്കിൽ ഭംഗിയിൽ വെച്ചിരിക്കുന്ന ഒരു പച്ചക്കറി കണ്ടു. അതിൻ്റെ പേരാണ് പാവയ്ക്ക. ധാരാളം ആളുകൾ തൂക്കി മേടിച്ച അഭിമാനത്തോടെ പോകുന്നത് കണ്ടു. അപ്പം ഇത് കൊണ്ടുപോയിട്ട് എന്തു ചെയ്യും? അവർ ചിലരതിനെ അടിച്ച് ജ്യൂസ് അടിച്ച് കുടിക്കും. ചിലരതിനെ നന്നായിട്ട്, അമ്മമാർക്കറിയാം എന്തൊക്കെ, മെഴുക്ക് വരട്ടും, അതിനെ മെഴുക്ക് വരട്ടും. പിന്നെ തീയല് വെക്കും. കണ്ട, അമ്മമാർ ഉണർന്നു വരുന്നുണ്ട്. അതാ അച്ഛൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഈ കയ്പാണേലും, അതിൻ്റെ രുചി കയ്പാണേലും നമ്മൾ എന്ത് ചെയ്യുന്നു? നിർബന്ധത്താൽ ഭക്ഷിക്കുന്നു. കാരണം ഇതകത്തു പോയ ഗുണമുണ്ട്. അതുപോലെ ഇന്ന് വായിച്ച വാക്യം ഏതാണ്ട് കയ്പക്കയുടെ രുചിയുണ്ടെങ്കിലും അകത്ത് ചെന്നാൽ ഭയങ്കര ഗുണം ചെയ്യുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ പ്രമേയത്തിൻ്റെ ആധാരമായിരിക്കുന്ന ടൈറ്റിൽ ഇതാണ്: ബാലശിക്ഷ ഒരു അനുഗ്രഹം എന്നുള്ളതാണ്. ഈ സന്ദേശം ശാന്തമായി ഞാൻ തുടർന്നുള്ള സമയങ്ങൾ ചില വാക്യങ്ങളാണ് ചേർത്ത് വെക്കാൻ പോകുന്നത്. ഇത് ധ്യാനിക്കുമ്പം സത്യത്തിൽ ഇത് ഗ്രഹിച്ചാൽ ചോദിച്ച് തല്ലുമിടിക്കും. കർത്താവെ, ഞാൻ ഇന്ന തെറ്റ് ചെയ്തിട്ടുണ്ട്, എന്നെ തല്ലി രക്ഷിക്കണേ എന്ന് പോലും എന്ത് ചെയ്യും? പറഞ്ഞു പോകും. എടുക്കാം. ഈ പ്രമേയത്തിലേക്ക് നമുക്ക് ശാന്തമായി ധ്യാനിക്കാം. 8 പോയിന്റുകളാണ് പരിശുദ്ധാത്മാവ് വചനം ധ്യാനിച്ചപ്പം പ്രകാശനം നൽകിയത്. 8ഉം വളരെ വലിയ വ്യാഖ്യാനമില്ലാതെ, പ്രത്യേകിച്ച് ഓതറയിലുള്ള ദൈവമക്കൾക്ക് ഇങ്ങനെ പിരിച്ചു നൽകേണ്ട കാര്യമില്ല. അങ്ങ് പൊതിഞ്ഞു നൽകിയാലും അതെന്ത് ചെയ്യാൻ പറ്റും? അത് തുറന്നു കഴിക്കാനുള്ള അഭ്യാസം ദൈവമക്കൾക്കുണ്ടല്ലോ. അതുകൊണ്ട് അത് ഓരോന്നോരോന്നായിട്ട് നമുക്കൊന്ന് ശാന്തമായി ധ്യാനിക്കാം. ബാലശിക്ഷയ്ക്ക് ഒന്ന്, ശാസകനായ ഒരു രക്ഷകർത്താവുമാണ്. അല്ലേ? ശാസകനായ ഒരു രക്ഷകർത്താവ്. 2, അർത്താൽ ശിക്ഷകനായ രക്ഷകൻ അഥവാ രക്ഷകനായ ശിക്ഷകൻ. നോക്കണേ. ആമേൻ. ശിക്ഷണം അനുഭവ
അനുഭവിക്കത്തക്ക രീതിയിൽ ഒരു ബാലൻ വേണം. അപ്പോൾ ശിക്ഷകനും രക്ഷകനുമായി മാറുന്ന ഒരു ശിക്ഷകന്റെ രക്ഷകന്റെയും ശിക്ഷ ഏൽക്കുന്ന ഒരു ബാലകന്റെയും ഇടയ്ക്ക് നടക്കുന്ന 8 വിധ ഗുണമുള്ള ക്രിയകൾ. ആമേൻ. എന്താണ് ബാലശിക്ഷ? അത് പഠിക്കണമെങ്കിൽ ആദ്യം പോകേണ്ടത് എബ്രായ ലേഖനത്തിലേക്കാണ്. 12-ാം അധ്യായം 5-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു തുടങ്ങിയാലും 5-ാം വാക്യം മുതൽ. മോനെ, ബ്രദറെ എന്നല്ല, റവറന്റ് എന്നല്ല വിളിച്ചത്, പാസ്റ്റർ എന്നല്ല വിളിച്ചത്, മോനെ. കുറച്ചും കൂടെ ആഴത്തിലുള്ള ബന്ധമാണ് നേതേ. നോക്കണേ വിളി. ഒരപ്പൻ ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ, രക്തബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ വിളിക്കുന്ന ഒരു പേര്, ഒരു വിളിയാണ്. മകനെ, വായിച്ചോ. കർത്താവിന്റെ അടി നീ എന്ത് ചെയ്യരുത്? നിരസിക്കരുത്. ഇങ്ങനെ പറഞ്ഞു വയ്ക്കാൻ കാരണം എന്താ? താഴെയുണ്ട്. ഇനി 1, 2, 3 ക്രമത്തിൽ ധ്യാനിക്കാം. വായിച്ചോ. അവൻ ശാസിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? അപ്പൊ കർത്താവ് ശാസിക്കും, ശിക്ഷിക്കും. നെക്സ്റ്റ്. ഇനി 6-ാമത്തെ വാക്യമാണ് 1-ാമത്തെ പോയിന്റ്. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ ശിക്ഷിക്കുന്നു. കർത്താവ് താൻ സ്നേഹിക്കുന്നവനെ എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കുന്നു. സ്നേഹമില്ലാത്തവനെ എന്ത് ചെയ്യുന്നില്ല? സ്തോത്രം. കർത്താവിന്റെ ശിക്ഷ കിട്ടുന്നെങ്കിൽ ലിസ്റ്റിലുണ്ട്. ലിസ്റ്റിൽ നിന്ന് ഔട്ടാണെങ്കിൽ ഏത് രക്ഷപ്പെട്ടെന്ന് തോന്നും. അത് വലിയ ശിക്ഷയ്ക്ക് പോകുന്ന പോക്കാണ്. 1-ാമത്തെ പോയിന്റ്, സ്നേഹിക്കുന്നവരെ എന്ത് ചെയ്യുന്നു? ശിക്ഷിക്കുന്നു. അപ്പോൾ ബാലശിക്ഷ പിതൃഹൃദയത്തിന്റെ ഉള്ളിൽ തിളച്ചു പൊങ്ങുന്ന സ്നേഹത്തിന്റെ ജ്വലനത്തിൽ, തിളച്ചു പൊങ്ങുന്ന സ്നേഹത്തിന് ഓൾഡ് ടെസ്റ്റ്മെന്റിൽ കൊടുത്തിരിക്കുന്ന ഒരു എബ്രായ പദമുണ്ട്, ഷാൽ അബ്ദയ എന്നാണ്. അത് ഉത്തമഗീതത്തിൽ മാത്രമേ ഉള്ള വാക്ക്. അതിന്റെ ജ്വലനം ഒരു അഗ്നിജ്വലനവും ഒരു ദിവ്യജ്വാലയും തന്നെ എന്നാണ്. എന്ന് വെച്ചാൽ പ്രണയാഗ്നി എന്നാണ് അതിന്റെ ചുരുക്കവാക്ക്. പ്രണയം തീവ്രമായി നിൽക്കുമ്പോൾ അത് തീ പോലെ ജ്വലിക്കും എന്നുള്ളതാണ് ആശയം. അങ്ങനെയെങ്കിൽ നോക്കണേ, ദൈവസ്നേഹത്തിന്റെ സീമാധുന്യ പാരുണ്യത്തിൽ ദൈവം കയ്യിൽ വെച്ചോണ്ട് എന്ത് ചെയ്യും? ബാലശിക്ഷ നൽകും. അതെങ്ങനെയാണെന്നറിയാവോ? മുഖത്ത്, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, അപ്പൻ ശിക്ഷിക്കുമ്പോൾ മുഖത്ത് ഗൗരവം ഉണ്ടെങ്കിലും ഹൃദയത്തിൽ എന്തുണ്ട്? തിളച്ചു പൊങ്ങി നിൽക്കുന്ന സ്നേഹം. ഇങ്ങനെ ദൈവം നമ്മെ സമീപിക്കുന്നെന്ന് കാണണം. വായിച്ചോ താഴോട്ട് 2-ാമത്തെ പോയിന്റ്. താൻ കൈക്കൊള്ളുന്ന ഏത് മകനെയും തല്ലുന്നു. അപ്പൊ കൈക്കൊള്ളുന്ന മകൻ, സ്തോത്രം, കൈവിട്ട കേസല്ല, കയ്യിന്ന് പോയ കേസല്ല. കൈക്കൊള്ളുന്നവനെ എന്ത് ചെയ്യുന്നു? തല്ലുന്നു. അടുത്ത വാക്ക് എന്നിങ്ങനെ മക്കളോടെന്ന പോലെ നിങ്ങളോട്. അടുത്ത വാക്ക് 7-ാമത്തെ വാക്യത്തിൽ, മക്കളോടെന്ന പോലെ നിങ്ങളോട് പെരുമാറുന്നു. നിങ്ങളോട്, എബ്രായ വിശ്വാസികളോട്, കാലം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരാകാൻ പ്രായമുള്ള എബ്രായ വിശ്വാസികളോട് പറയാണ്, മക്കളോടെന്ന പോലെയുള്ള പെരുമാറ്റമാണ് ഞാൻ വടിയെടുത്തുള്ള പെരുമാറ്റം എന്ന്. നോക്കണേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. ഇവിടെ അപ്പന്മാരും അമ്മമാരും ഉണ്ട്, മക്കളെ ശിക്ഷിച്ചിട്ടുണ്ട്. അയലവക്കത്തെ പിള്ളേരെ തല്ലാൻ പോയിട്ടുണ്ടോ? അത് കാരണം നമ്മൾ അങ്ങനെ സമീപിക്കാൻ കാരണം നമ്മുടേതാണെന്നുള്ള ഉറപ്പിലാണ്. ഇതുപോലെ ദൈവത്തിന്റെ വകയെ, ദൈവത്തിന്റെ പുത്രന്മാരെ, പുത്രിമാരെ, പുത്രത്വം പ്രാപിച്ചവരെ ദൈവം അങ്ങനെ ഒന്ന് സമീപിക്കും. ഇത് വിശദീകരിക്കേണ്ടത് ഒന്ന് വായിച്ചങ്ങ് പോകോ.
അടുത്തത് എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നു എങ്കിൽ. അപ്പോ 9ാമത്തെ വാക്യം താഴോട്ട് വായിച്ചോ. എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ കൂടാതിരിക്കുന്നുവെങ്കിൽ. അപ്പോ രക്ഷിക്കപ്പെട്ട് പുത്രത്വം പ്രാപിച്ച എല്ലാവരും പ്രാപിക്കുന്ന ബാലശിക്ഷ. അടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് ഒരു പിച്ചെങ്കിലും കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ ഭയക്കണം. എല്ലാം മനസ്സിലാവുന്നു? ഇത്രയും കാലം അമ്മയുടെ കൂടെയും അപ്പൻ്റെ കൂടെയും ജീവിച്ചിട്ട് അമ്മയുടെ കയ്യിൽ നിന്ന് ഒരു പിച്ച് പോലും കിട്ടാത്ത ആരെങ്കിലും മക്കളുണ്ടോ? എന്ന് കൈ ഉയർത്താവും. നോക്കൂ, വായിച്ചോളൂ താഴോട്ട്. നിങ്ങൾ മക്കളല്ല കൗലടയന്മാരത്രേ. അങ്ങനെ ദൈവം നിങ്ങളെ സമീപിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾ എന്തല്ല? മക്കളല്ല, നിങ്ങൾ ഒറിജിനൽ അല്ല. അതിന്റെ വ്യാഖ്യാനം വേറെയാ, അത് വിസ്തരിക്കണം. വായിച്ചു വിട്ടോ. നമ്മുടെ ജഡസംബന്ധമായ പിതാക്കന്മാർ നമ്മെ ശിക്ഷിച്ചപ്പോൾ നാം അവരെ വണങ്ങിപ്പോന്നുവല്ലോ. എല്ലാവരും കൂടെ ശ്രദ്ധിച്ചേ. ജഡസംബന്ധമായ അപ്പന്മാര് നമ്മളെ ശിക്ഷിച്ചപ്പോൾ എന്ത് ചെയ്തു? നാം അവരെ വണങ്ങിപ്പോന്നു. എന്ന് വെച്ചാൽ ബാലശിക്ഷ ഒരു അനുഗ്രഹമാകാനുള്ള അടുത്ത കാരണം 9ാമത്തെ വാക്യത്തിൽ അടി കിട്ടിക്കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അടി വരുന്നുണ്ടെന്നേ, ഇങ്ങോട്ട് ശ്രദ്ധിച്ചാട്ടെ. അടി വരുമ്പോൾ അവർ അടി കൊണ്ടുവരണം. വണക്കം അപ്പ. എന്തോന്ന്? ഒരു തമിഴും കൂടി ഇരിക്കട്ടെ. എന്താ? വണക്കം അപ്പ. അപ്പൊ എന്തിനാണ് ബാലശിക്ഷ? വണക്കം അപ്പ പറയാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. ആരാധിക്കാത്ത പുത്രത്വം പ്രാപിച്ചവനെ തമ്പുരാൻ തല്ലി ആരാധിപ്പിക്കും. വെറുതെ ഒന്നുമല്ല ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്, ജീവരക്തം മുടക്കിയ. അത് നമ്മൾ കണ്ടിട്ടില്ലേ? ചെറിയൊരു പ്രശ്നം വരുമ്പോ അന്ന് ചിലർക്കൊരു ഉണർവൊക്കെ ഉണ്ടാകുന്നത് കണ്ടിട്ടില്ലേ? അതാണ് അട്ടിക്കൊണ്ടുള്ള ആരാധനയാണത്. സ്തോത്രം. നെക്സ്റ്റ്. ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികമായി കീഴടങ്ങി ജീവിക്കേണ്ടതല്ല. അപ്പൊ ബാലശിക്ഷ എന്തിനാണ്? ആത്മാക്കളുടെ പിതാവിന് ഏറ്റവും അധികം. ഇടയ്ക്ക് നമ്മൾ ഇങ്ങനെ പൊങ്ങി പൊങ്ങി പൊങ്ങി, പ്രത്യേകിച്ച് പൊങ്ങാൻ പറ്റിയൊരു സ്ഥലമാണ് പെന്തക്കോസ്ത്. കാര്യം ഇവിടെ ഗ്രാവിറ്റി കുറവാ. നമ്മൾ ഈ സ്പേസിന്റെ മുകളിലോട്ട് പോയ അപ്പൂപ്പന്താടി പോലെ നമ്മൾ പാറി നടക്കും. സ്പേസ് വാക്കൊക്കെ നടത്താൻ പറ്റും നമുക്ക്. ഈ ഗ്രാവിറ്റി ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇടയ്ക്ക് നമ്മുടെ മനസ്സ് നമ്മളെ ആരെങ്കിലുമൊക്കെ പൊക്കി പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും എന്നറിയോ? ഒന്ന് പൊങ്ങിപ്പോകും. ഇന്നാലെ ഒരുത്തനോട് ചോദിച്ചു, ഇങ്ങനെ പൊക്കി പറയുമ്പോൾ നിനക്ക് എന്ത് സുഖമാണ് കിട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, എന്തെന്നില്ലാത്തൊരു സുഖം കിട്ടുമെന്ന്. 4 പേരുടെ മുമ്പ് വെച്ച് നമ്മളെ ഒന്ന് ഏറിൽ കയറ്റിയാൽ നമുക്ക് എന്ത് ചെയ്യും? ഇല്ലേ, ഒരു ആ സുഖം ഒന്ന് എഴുതാവോ മക്കളെ? ഒരു തരിപ്പ്, ഒരു വല്ലാത്ത അവർണ്ണനീയ സുഖം ഇല്ലേ? അത് ചെയ്തില്ലെങ്കിൽ വലിയ അസുഖമായിരിക്കും. ഇനി അത് പോട്ടെ. ഇനി അടുത്ത നെക്സ്റ്റ്. അവർ ശിക്ഷിച്ചത് കുറെ കാലവും തങ്ങൾക്ക് ബോധിച്ച പ്രകാരവും അത്രേ. അവനോ നാം അവന്റെ വിശുദ്ധി പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഗുണത്തിനായി. എന്തിനാ? വിശുദ്ധി പ്രാപിച്ച് ഗുണപ്പെടാൻ. ഒന്നും കൂടെ ശ്രദ്ധിച്ചേ. വിശുദ്ധൻ തന്നെ വിശുദ്ധീകരിക്കട്ടെ. ബാലശിക്ഷ എന്തിനാണ്? എന്നെ വിശുദ്ധിയെ വർദ്ധിപ്പിക്കാൻ. ഒന്ന് കരമുയർത്തി ദൈവത്തിന് മഹത്വം കരേട്ട. അതാ ഞാൻ പറഞ്ഞത്, തല്ല് ചോദിച്ച് മേടിച്ച് അനുഗ്രഹിക്കപ്പെടുമെന്ന്. വായിച്ചതാവട്ടെ. ഏത് ശിക്ഷയും തൽക്കാലം സന്തോഷകരമല്ല. ഏത് ശിക്ഷയും തൽക്കാലം എന്തല്ല? സന്തോഷകരമല്ല. എന്നാൽ അടുത്തത് ദുഃഖകരമത്രേ എന്ന് തോന്നും. പിന്നത്തേതിലോ അതിനാൽ അഭ്യാസം വന്നവർ. മക്കളെ, തൽക്കാലത്തിനപ്പുറത്തൊരു എക്കാലവുമുണ്ട്. ആ കാല സുഖത്തിന് വേണ്ടി ഇക്കാല ക്ലേശങ്ങൾ ദൈവം അയക്കും. വായിച്ചു അടുത്തത്. നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അവിടുത്തെ ഉള്ള വാക്കാണ്. എന്താണ്? നീതി എന്ന സമാധാന. അപ്പോൾ അവിടെ 11ാം വാക്യത്തിൽ ഒരു വാക്യമുണ്ട്. നീതി എന്ന സമാധാന ഫലം ലഭിക്കും. അഭ്യാസം പ്രാപിച്ച് അവിടെ ഒരു പ്രയോഗമുണ്ട് അല്ലേ? അഭ്യാസം
വന്നവർക്ക് പ്രാപിച്ച് അന്ന് നന്നായിട്ട് അഭ്യാസത്തോടുകൂടെ നീതി എന്ന സമാധാന ഫലം ലഭിക്കും. ഇനി അടുത്തത് നമ്മൾ വായിച്ച കുറിവാക്യമാണ്. 11-ാമത്തെ അധ്യായം 32-ാം വാക്യം. കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം. ഈ ലോകത്തോടു കൂടിയുള്ള ശിക്ഷാവിധി ഏതാ? വെളിപ്പാട് പുസ്തകം 20:15 കാണുന്ന ഗന്ധകം കത്തുന്ന തീപ്പൊയ്ക. അപ്പോൾ ലോകത്തോടുകൂടെ ശിക്ഷാവിധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന് എന്ന് വെച്ചാൽ പുത്രത്വമുള്ളവൻ ലോകത്തോടുകൂടിയുള്ള ശിക്ഷാവിധിയായ ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്തവർ പോകാനിരിക്കുന്ന ഗന്ധകം കത്തുന്ന തീപ്പൊയ്കയിലേക്ക് പോകാതിരിക്കാൻ അവരെ എന്ത് ചെയ്യുന്നു? ബാലശിക്ഷ കഴിക്കുന്നു. ആ ബാലശിക്ഷയ്ക്കകത്ത് എന്തൊക്കെ വരും? 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനര് രോഗികളുമാകുന്നു. അടുത്ത വാക്ക് അനേകര് നിദ്ര കൊള്ളുന്നു. നോക്കണേ, ശാരീരിക മരണവും ശാരീരിക രോഗവും ബാലശിക്ഷയുടെ ഭാഗമാണ്. ഈ ജഡത്തിൽ വസിക്കുമ്പോൾ കുറവും കുറ്റവുമില്ലാത്ത ആരുമില്ല. എന്നാൽ ദൈവത്തിന്റെ നീതി നിറവേറണം, അവനെ ശിക്ഷിക്കണം, അപ്പോൾ തന്നെ അവനെ രക്ഷിക്കണം. അതുകൊണ്ട് ലോകത്തോടുകൂടെയുള്ള ശിക്ഷാവധിയിൽ അവൻ അകപ്പെടാതിരിക്കേണ്ടതിന് അല്പം രോഗശൈലിയിൽ കിടന്ന് ഒരുങ്ങി ഇവിടുന്ന് പോകാൻ പറ്റിയാൽ, ഹല്ലേലൂയ, അത് ദൈവത്തിന്റെ ഒരുക്കലിന്റെ ഭാഗമാണ്. അല്ല, ഒരുങ്ങി നിൽക്കുന്നവർക്ക് ഭക്തന്മാർക്കുള്ളതുപോലെയുള്ള പെട്ടെന്നുള്ള ഉറക്കം പോലുള്ള മരണം കിട്ടുന്ന ഭാഗ്യമാണ്. എന്തായാലും ഒരു കാര്യം തിരിച്ചറിയണം, അവൻ ബാലശിക്ഷ എന്താണ്? സ്തോത്രം, സ്തോത്രം. ഇവിടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾക്കകത്തൊക്കെ ഒരാൾ തെറ്റ് ചെയ്താൽ അവർക്ക് കൊടുക്കുന്ന ശിക്ഷയുടെ ഒരു രീതിയുണ്ട്. അതിന്റെ പേരാണ് പരസ്യശാസന. എന്താണ്? പരസ്യശാസന. അഡ്മിനിസ്ട്രേഷനകത്ത് അങ്ങനെ ഭാഗമുണ്ട്. സ്തോത്രം. പരസ്യമായിട്ട് ശാസിച്ചേച്ച് രഹസ്യമായി ചേർത്ത് പിടിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? പുറത്ത് കളയാനുള്ളവനെ പരസ്യമായി ശാസിക്കത്തില്ല. ഹല്ലേലൂയ. ഒന്ന് മനസ്സിലാക്ക. എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുക, എവിടെയോ ചേക്കേറിയിട്ടുണ്ട്, ക്ലിക്ക് ചെയ്യുന്നുണ്ട്. തറച്ചു നിൽക്കുന്നു കണ്ണ്, തുറിച്ചു നിൽക്കുന്നു കണ്ണ്, മനസ്സ് ഉടക്കി നിൽക്കുന്നു. അതുകൊണ്ട് ചില ചിന്തകളൊക്കെ പൊളിഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഒന്ന് മനസ്സിലാക്കൂ, ലോകത്തോടു കൂടെയുള്ള ശിക്ഷാവധിയിൽ അകപ്പെടാതിരിക്കേണ്ടതിന്. അപ്പോൾ അനന്യാസിനെയും സഫീറയും എന്ത് ചെയ്തു? അനന്യാസും സഫീറയും ചെയ്തു തെറ്റെന്തുവാ? പരിശുദ്ധാത്മാവിന് നേരെ അവിടെ എന്ത് ചെയ്തു? വ്യാജം പറഞ്ഞു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഭാഷ പറഞ്ഞ ഒരു കള്ളം എന്ത് ചെയ്തു? അതിനേക്കാൾ വലിയ കൂടിയ കേസ് നമ്മുടെ പെന്തക്കോസ്ത് കോളത്തിലില്ലേ? അങ്ങനെയാണെങ്കിൽ അനന്യാസിനോട് സഫീറയോട് ക്ഷമ പറയേണ്ട ദൈവം ഇന്ന് അതിനേക്കാൾ വലിയ ചാക്കുംപടി അമുക്കിയ പാർട്ടികളില്ലേ? ക്ഷമ പറയേണ്ട ദൈവം അവിടെ പരസ്യമായി. അതാണ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ, ഒരാൾ ബാലശിക്ഷയുടെ ഭാഗമായി ഒരടി കൊണ്ട് മരിച്ചാൽ, സ്തോത്രം, ദൈവത്തിന്റെ നീതി പറയും, ഞാൻ അവനെ ശരീരത്തിൽ വെച്ച് അടിച്ചു. ഹല്ലേലൂയ. ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ അനേകർ നിദ്ര കൊള്ളുന്നു. ദൈവഭയം കുറഞ്ഞ ഈ കാലത്തിൽ ഇത് തിരിച്ചറിയണം. ദൈവം അനങ്ങുന്നില്ല എന്നുള്ളതിനകത്ത് രക്ഷപ്പെട്ടെന്ന് ചിന്തിക്കേണ്ട, കൂടുതൽ ഭയക്കണം. ദൈവം, സ്തോത്രം, അവൻ ശിക്ഷിച്ചെങ്കിൽ നീ ലിസ്റ്റിനകത്തുണ്ട്, പുത്രത്വത്തിനകത്തുണ്ട്. അതുകൊണ്ട് ആ ശിക്ഷ നന്മയ്ക്ക് കാരണമായി തീരുകയാണ്. അങ്ങനെയെങ്കിൽ ദൈവത്തിന്റെ ശിക്ഷ എത്ര നല്ലതാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ കുറ്റമില്ലാത്തവരായി നിൽക്കാൻ, ദൈവത്തിന്റെ നീതി
മുഖത്തിന്റെ നേരെ ഒരു ശത്രുവിനും അവകാശം പറയാം അവനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അവൻ ജഡത്തിൽ വസിച്ചപ്പോൾ അവന് ഞാൻ അടി കൊടുത്തു. ഹല്ലേലൂയ. അങ്ങനെ അടി കൊണ്ടായാലും എനിക്ക് സ്വർഗത്തിൽ കയറണമെന്ന് എത്ര പേർക്ക് ആവശ്യമുണ്ട്? ഹല്ലേലൂയ. ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും. കരമടിച്ചു പാടാമോ? ചേലെഴുതൻ സ്നേഹം കുറഞ്ഞു. ഓ ബാലശിക്ഷ നൽകൂ അപ്പനെങ്കിലും. ചേലെഴുതൻ സ്നേഹം കുറഞ്ഞു. നന്മയെ തൻകരം നൽകുമൻ ഈശനിൽ എൻ മനം. ഓ നൽകുമൻ ഈശനിൽ. ചേർന്ന് സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ. കരമടിച്ച് കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ പോകുന്നു കുരിശിന്റെ പാതയിൽ. മോക്ഷയാത്രയാണിത് ഞാൻ നടപ്പത്, കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ ഞാൻ നടപ്പത്. കാഴ്ചയാലെയല്ല വിശ്വാസത്താലെയാ. കാഴ്ചകൾ വന്നിടും വേളയിൽ രക്ഷകൻ കൈകളിൽ താങ്ങിടും. വീഴ്ചകൾ കാഴ്ചകൾ വന്നിടും രക്ഷകൻ കൈകളിൽ താങ്ങിടും. സഞ്ചാരിഞ്ഞ യേശുവിൽ ചാരിഞ്ഞ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ലോകമേതും യോഗ്യം നല്ലെനിക്കതാ, ശോകമില്ല ഭാഗ്യം യോഗ്യമല്ലെനിക്കതാ. ശോകമില്ല ഭാഗ്യം ഉണ്ടോ ക്രിസ്തുവിൽ. മൂടി നൽകിയ ആരും വേറെനിക്കെന്തിനായി. ഓ ഉൾമൂടി നൽകിയ നീതാരും എന്തിനായി. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ പാതയിൽ. ബാലശിക്ഷ നൽകുമൻ അപ്പനെങ്കിലും ചേലെഴുതൻ സ്നേഹം കുറഞ്ഞു പോയിടാ. ഓ ബാലശിക്ഷ നൽകും അപ്പനെങ്കിലും ചേലെഴുതൻ സ്നേഹം കുറഞ്ഞു പോയിടാ. കരം നൽകുമേനീശനിൽ ഉടവടകടകമനികതോടാ. കുരിശിന്റെ പാതയിൽ. സിയോൻ സഞ്ചാരി ഞാൻ, യേശുവിൽ ചാരി ഞാൻ പോകുന്നു കുരിശിന്റെ. ഉരമാരകജനഘടകമനികധന അർത്ഥന വായിടവരികധുന വായിടവരകധന ഉടമടഘടകമനികധന ശാബ്ധന ദിഗനാദിഗനാദിഗന
Ramadana Shamtene Gade Arthura Vaida Varigadana Shamdaramana Glory